കുട്ടുമാമ ഇന്ന് മുതല് കുട്ടുമാമൻ മിന്നും സ്റ്റാർ ആണ്. മിന്നും സ്റ്റാറാ? നമ്മളെ ഒരു റീൽസ് ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. ശ്രീ ഇറങ്ങണം, ഇറങ്ങിയാൻ പറ്റും. ചേച്ചി സഹായിക്കണം. അടാ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും എന്നെ വിളിക്കരുത്. വയസ്സാം കാലത്ത് മാനം കെടാൻ എനിക്ക് വയ്യ. അച്ഛാ, ഈ പരിപാടി കൊളാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛൻ വേണ്ട. അച്ഛൻ വേണ്ട, അല്ലെങ്കിൽ ആര് കാരണത്? അമ്മ എന്തൊക്കെ സംഭവിച്ചാലും അമ്മ വേണം കേട്ടോ. അതിന് എല്ലാത്തിനും തയ്യാറാണ്. ഞാനേ എന്തായാലും തൽക്കാലം ഇല്ല, എനിക്ക് അടുക്കള പണിയുണ്ട്. അമ്മായി രാധയായിട്ട് വേഷം കെട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അമ്മായി രാധയായിട്ട് രമണിയായിട്ട് ഗോമതിയായിട്ട് വത്സലയായിട്ട് ഏത് വേഷം അമ്മായി റെഡി കേട്ടാ. കുട്ടുമാമ ഒന്ന് റെഡി ആയിക്ക്, സമയമില്ല. അയ്യോ സമയമില്ല, വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണല്ലോ നടക്കാൻ പോണത്. ഈ പിള്ളേരെ വാക്കും കേട്ടോടെ ഇറങ്ങിയിരിക്കല്ലേട്ടാ. ഓവറാണ് പിള്ളേർ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. ഒട്ടും ഓവറല്ലാത്ത ഒരാള് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. താങ്കൾ ഈ പരിപാടിയിലില്ലല്ലോ, അപ്പൊ ചുപ്രഹോ. അയ്യോ, നിങ്ങൾ ആരും പിൻവാങ്ങല്ലേ. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ചേച്ചി മുന്നിൽ നിന്ന് നമ്മളൊക്കെ ഇറങ്ങുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് വിജയിച്ചിട്ടേ ഉള്ളൂ. അതിപ്പോ അടിയുടെ കാര്യമായാലും ശരി. ചാച്ചി മുന്നിൽ നിന്ന് കൊടുത്താ മതി. കൊച്ചു കള്ള കുട്ടുമാമ കുട്ടാവനുണ്ടല്ലോ അതെ, ഈ കൃഷ്ണന്റെ വേഷം ചെയ്താൽ പൊളിക്കും, അടിപൊളിയായിരിക്കും. അമ്മ നോക്കിയതല്ലേ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം. ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആണ്, വൈറൽ കണ്ടന്റ് അല്ലേ. വൃന്ദാവനം കണ്ടുപിടിച്ചത് ഞാനാണ്. എടാ ശ്രീകുട്ടാ, നീ കൃഷ്ണന്റെ വേഷം കിട്ടും, നന്നായിരിക്കും. മാമ അടിപൊളിയായിരിക്കും, ട്രെൻഡിങ് കയറും, നമ്മൾ ഹിറ്റാവും, വൈറലാവും. ഞാനില്ല. ശ്രീ ചെയ്തേ പറ്റുള്ളേ. മാമ എന്തിനു മാമ? ഒന്ന് സമ്മതിക്കും മാമ. എന്നെ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയൊന്നുമില്ല മാമ, ഇത് ചെയ്ത അടിപൊളിയായിരിക്കും, ട്രെൻഡിങ് ആവും. പൊന്നും പട്ടും വളയം തരാന്ന് പറഞ്ഞാലും ഞാൻ ഈ പരിപാടിക്കില്ല. അപ്പൊ ഈ പരിപാടി വിജയിക്കും, ഉറപ്പ്. ഇടാ നിറങ്ങടാ, ഞാൻ അടുക്കളയിട്ട് പോട്ടെ, കുറച്ചും കൂടെ പണിയുണ്ട്, അത് തീർക്കട്ടെ. അമ്മ വരണേ. വരും റെഡി. ചെന്ന് വേഷം കെട്ടി ഇറങ്ങി ഉള്ള മാനം കൂടെ പോണേ പോട്ട്. ഞാൻ കുട്ടുമാമ ബാ, റെഡി ആവാ. കേശു പിടിയടാ. വാ കുട്ടുമാമ. ചുമ്മാ മാമനെ റൂമിലോട്ട് കയറ്റിക്കാ. ഒരാളെ ബലമായിട്ട് പിടിച്ച് വേഷം കെട്ടിക്കാൻ പാടില്ല. എല്ലാ അളിയാ അത് തന്നെ അത് തന്നെ. വാ വന്നേ പറ്റുള്ളൂ. ഇനി പിടി, പൊക്കടാ. പിള്ളേർ ഓവറാണ്. നീ തീർന്നടാ, നീ തീർന്നു. ഇങ്ങോട്ട് കൊണ്ടുപോ, എടുത്തോണ്ട് പോ. തീർന്നു നിന്റെ കാര്യം. കേശുവേ, ഇവിടെ കൊള്ളാല്ലേ. അതെ, പാറമടയിൽ നിന്ന് ചാടി കറട്ട് കുട്ടുമാമേ. നരസിംഹം കളിക്കണടി ഇവിടെ. ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ നിനക്ക്. ഞാൻ പറഞ്ഞാണ് നിന്നോട് അവിടെ മാവിൻ ചോട്ടി വെച്ചോല്ലാം തീർത്താ മതിയെന്ന്. അനങ്ങ മയ്യ മടിയാണ്. നല്ല ലൊക്കേഷനൊക്കെ വേണം. ഈ കൃഷ്ണൻ രാധ വൃന്ദാവനം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അതൊക്കെ നമ്മളെ ഫ്രെയിമിൽ കിട്ടണം. ഇവിടെ ആണെങ്കിലോ ആ സൺലൈറ്റ് ഒക്കെ അടിച്ച് നിറയെ ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കണു. സൂപ്പർ അടിക്കും. കുറ്റിക്കാട്ടിന്ന് കൃഷ്ണൻ ചാടി വരുന്നു. നല്ല കോമഡി. നമ്മൾ നമുക്ക് മറ്റേ അവിടെ പിടിച്ചാലോ? മറ്റേ ഈ പുറകിൽ പശുവൊക്കെ വന്നിരിക്കുന്ന സ്ഥലം. വെള്ളക്കെട്ട് ആ വെള്ളക്കെട്ട് പ്രകൃതി ഭംഗി ഫുള്ളുള്ളൊരു സ്ഥലമാണ്, ജലാശയം. അത് കൊള്ളാം. അതായത് വൃന്ദാവനം, പശുക്കൾ, വെള്ളം എല്ലാം കൊണ്ടും അച്ചാണല്ലേ. പശുവിന്റെ കൂടെ കുറച്ച് പോത്തും കാണും, വിഷയമുണ്ടോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നാടാ എന്നാ പിന്നെ അങ്ങോട്ട്. അത് കൊള്ളാം. എന്നോട് ഞാൻ ആദ്യം അത് തന്നെയല്ലേ പറഞ്ഞു, അപ്പൊ നീ വേണ്ടെന്ന് പറഞ്ഞത്? അത് നീ തെളിച്ചൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ നോക്കാം. ബാ, കൊള്ളാല്ലേ. കൊള്ളാം. ഇവരെന്ത് വരാത്തത്? പശു പശു അല്ല, കൃഷ്ണന്റെ ആദ്യം. അത് എനിക്കിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുവായിരിക്കൂടി ചേട്ടാ. അതാണ്ട് അച്ഛൻ വരുന്നുണ്ടേ. അച്ഛൻ വരുന്നുണ്ട്. ഫ്രെയിമിന്റെ കാര്യം പറ. നമ്മളിങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇതാണ് ഫ്രെയിം. അതായത് ഈ വെള്ളം കിട്ടണം, പശുക്കൾ അത്രയും കിട്ടണം, പിന്നെ വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം, അതിനൊരു എഡ്ജ് കിട്ടണം. ഇങ്ങനെ നടുക്ക് ഇവിടെ കൃഷ്ണനും രാധയും വരും. ആ ഒരു ബ്യൂട്ടിയാണ് നമുക്ക് പകർത്തിയെടുക്കേണ്ടത്. രാധ കുളത്തിൽ നിൽക്കും കേട്ടോ. കുളത്തിൽ നിൽക്കണ്ട, കരയിൽ നിന്നാ മതി രാധ. ഒന്നും മിണ്ടുന്നില്ലല്ലോ. മൈൻഡാക്കണ്ട, നമ്മൾ നേരത്തെ അത്ര മൈൻഡാക്കിയില്ലല്ലോ, അതിന്റെ മുടയാണ്. കട്ടക്ക് നിൽക്ക്. ബാ. ഇതിങ്ങനെ വിഷയല്ലേ? അതങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എവിടെ കാണാനില്ലേ? അതുകൊണ്ട് അമ്മ ലച്ചേച്ചി പറഞ്ഞു. അമ്മ ലച്ചേച്ചി. അടുക്കളയിൽ നിന്ന് എന്നെ ഇവള് പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ പാറമട ഇവിടെ ഉള്ളതാണ് എല്ലാത്തിനും പ്രശ്നം. എന്തുണ്ടെങ്കിലും എല്ലാം കൂടെ ഇങ്ങോട്ട് പോരും. ഇവിടെ ആണെങ്കിൽ നിറച്ച് വെള്ളവും. അമ്മയും മക്കളും കൂടെ ഇറങ്ങി വെള്ളം കുടിച്ച് പറ്റില്ലേ? പറ്റിക്ക് സ്ഥലം ഉണ്ടല്ലോ അതിനകത്ത്. പറ്റിക്ക് ഞാൻ ഇവിടെ ഞാൻ കുറച്ച് മറ്റേ ഇതുണ്ടല്ലോ, കീഴാനെല്ലി ഉണ്ടല്ലോ, അത് എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ പറിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ തളം ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തിന് തളം വെക്കാനാ? കീഴാനെല്ലി തളത്തിനല്ലേ കുട്ടമ്പള നമ്മളെ വയ്ക്കണത്. ഇഷ്ടം
നിങ്ങൾ അവരെ വിളിച്ചില്ലേ ഫോണിൽ, ആ സമയത്ത് ഇങ്ങോട്ട് കയറി വന്നത്. പിന്നെ ഇങ്ങോട്ട് കയറി വന്ന് നിന്റെ അനിയനും നാത്തൂനും കൃഷ്ണനും രാധ കെട്ടണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് റെഡി ആയിക്കൊണ്ടിരിക്കുക, ഇപ്പഴെങ്ങനെ എത്തുമെന്തോ. കൃഷ്ണനും രാധ നേരിട്ട് കണ്ടിട്ടുണ്ട് രണ്ടുപേരും, അതുകൊണ്ട് അതുപോലെ അങ്ങ് ഒരുങ്ങും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.